ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ മലയാളിയായ 1-ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്ത് ക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നിൽ വൻ മതപരിവർത്തന ലോബിയും രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടുമാണെന്നുള്ള ആരോപണം ശക്തമാവുകയാണ്. മലപ്പുറം സ്വദേശിയായ സഹപാഠി സദറുൽ അനാം ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചും ശരീരമാസകലം തല്ലിച്ചതച്ചും സാവരിയെ കൊലപ്പെടുത്തിയത് നിരന്തരമായ മതപരിവർത്തന ശ്രമങ്ങൾക്ക് വഴങ്ങാത്തതുകൊണ്ടാണെന്നുള്ള കുടുംബത്തിന്റെ മൊഴി പുറത്തുവന്നതോടെയാണ് സംഭവം വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയത്. ഈ കൊടും ക്രൂരതയ്ക്ക് പശ്ചാത്തലമൊരുക്കിയത് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് കടത്തുന്ന തിരുവല്ല ആസ്ഥാനമായുള്ള ഏജൻസിയും ചില രാഷ്ട്രീയ നേതാക്കളുമാണെന്ന ഗുരുതര ആരോപണവുമായി ഹിന്ദു ഐക്യവേദി അധ്യക്ഷ ശശികല ടീച്ചർ രംഗത്തെത്തിയിരിക്കുകയാണ്. മെഡിക്കൽ കരിയറിന്റെ പേരിൽ മാതാപിതാക്കളെയും കുട്ടികളെയും കബളിപ്പിച്ച് വിദേശത്തെത്തിക്കുന്ന ഈ റാക്കറ്റിന് പിന്നിൽ വ്യക്തമായ വർഗീയ അജണ്ടയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നവർ വാർത്താ സമ്മേളനത്തിൽ ആഞ്ഞടിച്ചു. ഇബ്നു സീന ബുഖാറ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബുഖാറ മെഡിക്കൽ കോളേജ്, ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്നിവയുടെ പേരിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസികൾക്ക് പിന്നിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യമുണ്ടെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇബ്നു സീന ബുഖാറ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുന്നത് മുസ്ലിം ലീഗ് പ്രമുഖ നേതാവായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളാണെന്നും ഇവരുടെ പരസ്യങ്ങളിൽ ഈ ചിത്രങ്ങൾ പരസ്യമായി ഉപയോഗിച്ച് വിശ്വസ്തത നേടിയെടുക്കുകയാണെന്നും ശശികല ടീച്ചർ ആരോപിക്കുന്നുണ്ട്. പഠനത്തിന് ശേഷം ജർമ്മനിയിൽ പ്രാക്ടീസ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായി ധാർമ്മിക ചുറ്റുപാടിലുള്ള ഇൽമ ഹോസ്റ്റലുകൾ എന്നിങ്ങനെയാണ് പരസ്യ വാഗ്ദാനങ്ങൾ. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. കൊല്ലപ്പെട്ട സാവരിയ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചായിരുന്നു താമസമെന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ നിന്ന് കപട വാഗ്ദാനങ്ങൾ നൽകി വിദ്യാർത്ഥികളെ വിദേശത്തെത്തിച്ച ശേഷം അവിടെ വെച്ച് ആസൂത്രിതമായി മതപരിവർത്തനത്തിന് ഇരയാക്കുകയാണോ ഈ മാഫിയയുടെ ലക്ഷ്യമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. സാവരിയെ പ്രതി സദറുൽ അനാം നിരന്തരമായി മതം മാറാൻ നിർബന്ധിച്ചിരുന്നുവെന്നും പ്രണയം നടിച്ചതിനായി സമ്മർദ്ദം ചെലുത്തിയിട്ടും അവൾ അവസാന നിമിഷം വരെ പൊരുതി നിന്നതുമാണ് ഈ ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും സഹപാഠികളെ ഉദ്ധരിച്ച് കുടുംബം ആരോപിക്കുന്നുണ്ട്. വെറുമൊരു ക്ഷണികമായ ദേഷ്യത്തിൽ ലാപ്ടോപ്പ് കൊണ്ടടിച്ചതല്ല, മറിച്ച് കാൽ വിരൽ മുതൽ തല വരെ തല്ലിച്ചതച്ച നിലയിലായിരുന്നു മൃതദേഹമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ബന്ധുക്കളുടെ മൊഴിയും വ്യക്തമാക്കുന്നുണ്ട്. ധാർമ്മികതയുടെയും വിദ്യാഭ്യാസ പുരോഗതിയുടെയും ലേബലൊട്ടിച്ച് കേരളത്തിലെ ഹൈന്ദവ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ വിദേശത്തേക്ക് ആകർഷിക്കുകയും അവിടെ കൃത്യമായ അജണ്ടകളുള്ള തീവ്രവാദ ചിന്താഗതിക്കാരായ ആളുകൾക്ക് നടുവിലേക്ക് തള്ളിപിടിക്കുകയും ചെയ്യുന്ന ഈ ഏജൻസികൾക്കെതിരെയും അതിന് കുടപിടിക്കുന്ന ലീഗ് നേതൃത്വത്തിനെതിരെയും ശക്തമായ ജനവികാരം ഉയരുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയവും പണക്കൊഴുപ്പും നിലനിർത്താൻ ഇത്തരം സ്ഥാപനങ്ങൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും കേരള പോലീസ് ഈ ഏജൻസികളുടെ സാമ്പത്തിക സ്രോതസ്സുകളെയും റിക്രൂട്ട്മെന്റ് രീതികളെയും കുറിച്ച് അടിയന്തരമായി എൻക്വയറി നടത്തണമെന്നുമാണ് ഹൈന്ദവ സംഘടനകളുടെ ആവശ്യം. വിദ്യാഭ്യാസത്തിന്റെ മറവിൽ നടക്കുന്ന ഈ പുതിയ തരം കൺവേർഷൻ റാക്കറ്റിനെതിരെ കേരളീയ പൊതുസമൂഹം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഇനിയും സാവരിയന്മാർ ഇരകളാക്കപ്പെടുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ സംഭവം നൽകുന്നത്.